എല്ലാവർക്കും ക്യുസീൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ലാംബ് ചോപ്സിൻ്റെയാണ്. ഈ ലാംബ് ചോപ്സ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ ലാംബ് ചോപ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ സീസണിങ്ങും കാര്യങ്ങളും അതുപോലെ ഇൻഗ്രീഡിയൻസും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് ലാംബ് ചോപ്സ് ആണ്. ഇത് നമ്മൾ 9 ചെറിയ ലാംബ് ചോപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സീസണിങ്ങിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. നമ്മളിവിടെ എടുക്കുന്ന പാർസലി, അതുപോലെ റോസ്മേരി, ബേസിൽ, ഇത് 1 ടീസ്പൂൺ വീതവും, അതുപോലെ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് പിഴിഞ്ഞൊഴിക്കാനായിട്ട്, പിന്നെ ഗാർലിക്ക്, വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ ഒലീവ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും ആദ്യം ലാംബ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ലാംബ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള സമയമായി. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സീസണിങ്സിൽ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്മേരിയും അതുപോലെ ഗാർലിക്കും പിന്നെ ബേസിലും പാർസലിയും എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഒലീവ് ഓയിൽ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് ഈ ലാംബ് ചോപ്സിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് തേച്ച് പുരട്ടിയെടുക്കുക. അത് കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇരിക്കുന്ന കണ്ടോ ഗൈസ്, നമ്മുടെ ഗ്രില്ലിലോട്ട് പോകാനുള്ള നല്ല ലാംബ് ചോപ്സ് ആണ്. ഇതിൻ്റെ സീസണിങ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്കിത് നേരെ ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ടെമ്പറേച്ചർ ഏകദേശം 250 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി നമുക്ക് തുറന്നിട്ട് നമ്മുടെ ലാംബ് ചോപ്സ് എടുത്ത് നേരെ ഗ്രില്ലിലോട്ട് വെക്കാം. നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ചൂടാണ്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് ലാംബ് ചോപ്സിൻ്റെ ഈ റെസിപ്പി. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസൊക്കെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. കണ്ടോ നമ്മുടെ ലാംബ് ചോപ്സ്. ഇനി ഇത് തിരിച്ചിടാനുള്ള ഏകദേശ സമയമായി. തിരിച്ചിടാം. പൊളി. ഇതിൻ്റെ കുക്ക് ടൈമൊന്നും അധികം വരുന്നില്ല ഗൈസ്. ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. നല്ല തീയലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടോ ഗൈസ്, ആ ഗ്രിൽ മാർക്സൊക്കെ കണ്ടോ? നമ്മുടെ ലാംബ് ചോപ്സ് ദേ റെഡിയായി കഴിഞ്ഞു. ഇനി ഇവനെ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, ഇത് കറക്റ്റായിട്ടാണ് കുക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. എന്നിട്ടല്ലേ അതിൻ്റെ ആ നെയ്യും അതിൻ്റെ ആ ഫാറ്റ് ലെയേഴ്സും ആ മീറ്റും ഒക്കെ ഉണ്ടോ. കൊതിയാവുന്നു ഗൈസ് കഴിക്കാനായിട്ട്. അതുപോലെ നമുക്ക് ഈ ഒരു പീസും കൂടെ ഇവിടെയും കൂടെ നോക്കാം. ഇതുണ്ടോ ആ കുക്കിങ്ങിൻ്റെ ആ ഒരു കണ്ടില്ല, അകത്തോട്ട് കറക്റ്റായിട്ടാണ് കുക്കായിരിക്കുന്നത്. ഇത് ഓവർ കുക്കായി പോകരുത്, എന്നാൽ അണ്ടർ കുക്കുമായി പോകരുത്. ലാംബ് ചോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ കുക്ക് കിട്ടണം. അപ്പോൾ ഈ ലാംബ് ചോപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.